കേരള സംസ്ഥാനം രൂപീകൃതമായത് 1957-ലാണ്. ഇപ്പോൾ 2025 ഇത്രയും വർഷക്കാലത്തിനിടയിൽ ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ഹ്യൂമൻ റിസോഴ്സ് നമുക്ക് വലുതായുണ്ട്. വലിയ ഹ്യൂമൻ റിസോഴ്സാണുള്ളത്. 35 ലക്ഷം ജനങ്ങളാണ്, യുവാക്കളാണ്, യുവതികളാണ് തൊഴിലില്ലാതിരിക്കുന്നത്. അത് വലിയ കർമ്മശേഷിയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അവരുടെ കർമ്മശേഷിയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ പരമ്പരാഗത വ്യവസായങ്ങളെ, കയറ്, കൈത്തറി, കശുവണ്ടി തുടങ്ങിയ പരമ്പരാഗത വ്യവസായങ്ങളെയോ ഇവിടുത്തെ കൃഷിയെയോ ചെറുകിട വ്യവസായങ്ങളെയോ ഒന്നും പ്രോത്സാഹിപ്പിച്ച് ലക്ഷങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയാത്ത മറ്റൊരു സാമൂഹ്യ അന്തരീക്ഷമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. 2000 2500 രൂപയോ പെൻഷൻ വാങ്ങുന്ന കൊടുത്ത് പെൻഷൻ മാത്രം കൊടുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറി. 5.5 ലക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കും അതുപോലെ കുറേ പെൻഷൻകാർക്കും പണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഖജനാവിൽ പണമില്ലേ എന്ന് പറയുന്ന രീതിയിലേക്ക് ലോട്ടറിയും മദ്യവും കൂടി ഒന്ന് പണിമുടക്കിയാൽ ഖജനാവ് കാലിയാകും എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ CAGയുടെ പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ബഡ്ജറ്റിന് പുറത്തുള്ള ബാധ്യത 32,942 കോടി രൂപയുടെ ബാധ്യതയാണ് കേരള സർക്കാരിനുള്ളത്. ഇനിയിപ്പോൾ സർക്കാർ ഒരുപക്ഷെ ഇത് സമ്മതിക്കത്തില്ല. കാരണം തെരഞ്ഞെടുപ്പ് വർഷമാണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കും, പല ആനുകൂല്യങ്ങളും കൊടുക്കും. പിന്നെ ബഡ്ജറ്റിൻ്റെ പുറത്തുള്ളതും ചിലപ്പോൾ കൊടുക്കും, ബഡ്ജറ്റിനകത്തുള്ളത് കൊടുക്കും, അഡീഷണൽ ആനുകൂല്യം കൊടുക്കും, പണമൊന്നും ഖജനാവിലുണ്ടോ നോക്കാതെ എടുത്തു കൊടുക്കും. അങ്ങനെ പല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യും. ഇതെല്ലാം ചെയ്തിട്ട് പിന്നെ ഇതാ ഞങ്ങൾ നമ്പർ 1 ആണെന്ന് പറയുകയും ചെയ്യും. അത് മറ്റൊരു കാര്യം. പക്ഷേ സംസ്ഥാനത്തിൻ്റെ കടം 4,33,657.88 കോടി രൂപയാണ് സംസ്ഥാനത്തിൻ്റെ ആകെ കടം എന്ന് വളരെ കൃത്യമായി CAG റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത്രയും കടം ഒരു സംസ്ഥാനം നേരിടുന്നു എന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങളാണ് പറയുന്നത്. അമിതാഭ് കാന്തിനെ പോലെയുള്ള നീതി ആയോഗിൻ്റെ CEO ആയിട്ടുള്ള നേരത്തെ കേരളത്തിൽ ജോലി ചെയ്തിരുന്ന അമിതാഭ് കാന്ത് IAS പറയുന്നത് സോഷ്യലിസം കേരളത്തിൽ ഒരു അനാവശ്യമായ സോഷ്യലിസ ചിന്ത കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വ്യവസായങ്ങൾ വരുന്നില്ല, ചെറുകിട വ്യവസായങ്ങൾ വരുന്നില്ല, കൃഷിയുടെ മേഖലയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ പരിഷ്കരണങ്ങൾ നടപ്പിലാവുന്നില്ല. പ്രത്യേകിച്ച് യന്ത്രവൽക്കരണം ഇസ്രായേലും ചൈനയും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ക്യാബേജ് പറിക്കുന്നത് പോലും, ക്യാബേജിൻ്റെ നടുന്നത് മുതൽ പറിക്കുന്നത് മുതൽ പ്രോസസ്സ് ചെയ്യുന്ന എല്ലാം, കോളിഫ്ലവർ ഒക്കെ എല്ലാം മിഷ്യനാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെ വലിയ പാടങ്ങളിലെല്ലാം മിഷ്യൻസേ ഉള്ളൂ, മനുഷ്യർ കുറവാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. മിഷ്യൻ പ്രവർത്തിപ്പിക്കുന്ന മനുഷ്യരേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് നമുക്കിത് മെക്കനൈസ് ചെയ്തുകൂടാ? കാര്യം പുതിയ തലമുറ കൃഷിയിലേക്ക് പോകുന്നില്ല. നെൽകൃഷി ആയാലും മറ്റ് കൃഷികളിലേക്കായാലും പുതിയ തലമുറയ്ക്ക് യാതൊരു താല്പര്യവുമില്ല, യാതൊരു താല്പര്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്കിത് മെക്കനൈസ് ചെയ്തുകൂടാ സമ്പൂർണ്ണമായി? അതുപോലെ തന്നെ സമ്പൂർണ്ണമായി മെക്കനൈസ് ചെയ്യുന്ന പോലെ പ്രൊഫഷണൽ ആക്കിക്കൂടാ? സാങ്കേതിക വിദ്യകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യുന്ന രീതിയിലേക്ക് എന്തുകൊണ്ട് നമ്മൾ കാർഷിക മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല? വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ എന്തുകൊണ്ട് നാം ഉൽപ്പാദിപ്പിക്കുന്നില്ല? നമുക്ക് റബ്ബറുണ്ട്, ഇവിടെ കശുവണ്ടിയുണ്ട്, അതുപോയിട്ട് കുരുമുളകുണ്ട്. കശുവണ്ടിയൊക്കെ അതുപോലെ നമ്മൾ പാഴ്സൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. 1-ാം തരം കശുവണ്ടിയൊക്കെ വിദേശ രാജ്യത്ത് അയച്ച് നമ്മൾ പൈസ മേടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ട് അതിനെ മറ്റ് വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല? കുരുമുളകിൽ നിന്ന് ഒരുപാട് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. വാഴപ്പഴത്തിൽ നിന്നും, വാഴത്തടയിൽ നിന്നൊക്കെ പട്ടുനൂല് വരെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ബാഗുകൾ, ഒരുപാട് സാധനം ഉണ്ടാക്കാൻ പറ്റും. എന്തുകൊണ്ട് ജൈവമായ ഒരു വൈവിധ്യവൽക്കരണത്തിലേക്ക് പോകുന്നില്ല? മൂല്യവർദ്ധിത വസ്തുക്കളുടെ ഒരു വൈവിധ്യവൽക്കരണത്തിലേക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് കേരളം പോകുന്നില്ല? വലിയൊരു ചോദ്യമാണ്. ഈ ചോദ്യം നിലനിൽക്കുമ്പോഴാണ് നമുക്ക് കുറേ ഗിമ്മിക് പരിപാടികളും കുറച്ച് ക്യാമ്പയിനുകളും കൊണ്ട് ഹരിത കേരളം, നവകേരളം, പിന്നെ വികസന സദസ്സ്, പിന്നെ വികസന കേരളം, വികസിത കേരളം എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറേ ഗിമ്മിക് വേർഡുകൾ, ക്ലീഷേകൾ കൊണ്ട് മാത്രം ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കടം തന്നെയായിരിക്കും ബാക്കി വരിക. കിഫ്ബി വലിയ ബാധ്യതയാണ്. CAG പറഞ്ഞു കിഫ്ബി നിർത്തണമെന്ന് പറഞ്ഞത് പോട്ടെ, കിഫ്ബിയെ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് കിഫ്ബി തുടങ്ങിയതെങ്കിലും കിഫ്ബിയെ വലിയ തോതിൽ പ്രൊജക്റ്റ് ചെയ്ത് ഹൈപ്പ് ഉണ്ടാക്കിയത് ഡോക്ടർ തോമസ് ഐസക്കാണ്. ആ തോമസ് ഐസക്ക് തന്നെ പറഞ്ഞു കിഫ്ബിയുടെ കാലം കഴിഞ്ഞു, അതിൻ്റെ മിഷൻ ക്ലോസ് ചെയ്യേണ്ട സമയമായി, അത് പൂട്ടേണ്ട സമയമായെന്ന് ഡോക്ടർ തോമസ് ഐസക്ക് തന്നെ പറഞ്ഞു. പക്ഷേ എന്നിട്ടും അദ്ദേഹം ധനകാര്യ വിദഗ്ധനാണ്, ധനകാര്യ മന്ത്രിയായിരുന്ന ആളാണ്. ഈ കാര്യങ്ങളിൽ അക്കാഡമിക്കായി കൂടി അഭിപ്രായം പറയുന്ന ആളാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കേരളത്തിലെ ഏത് ഗവൺമെൻറ് ആയാലും കേൾക്കേണ്ടതാണ്. കാരണം അദ്ദേഹം ഒരു അക്കാഡമിഷ്യൻ കൂടെയാണല്ലോ. പക്ഷേ എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്വന്തം ഗവൺമെൻറ് പോലും അത് കേൾക്കുന്നില്ല. കിഫ്ബിയുടെ വഴിക്ക് നീങ്ങുന്നു. അവരുണ്ടാക്കി തീർക്കുന്ന ബാധ്യതയും അവരുണ്ടാക്കിയിടുന്ന പ്രശ്നങ്ങളും വേറെ വലുതാണ്. അതുപോലെ ഖജനാവ് വേറൊരു തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും
ശമ്പള പരിഷ്കരണത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, DA കൊടുക്കാത്ത കാര്യങ്ങളുണ്ട്, അരിയറിൻ്റെ കാര്യങ്ങളുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ അപ്പോഴും പരിഹരിക്കാൻ കിടക്കുന്നു. ഈ പരിഹാരത്തിനിടയിലാണ് കോടാനുകോടി രൂപയുടെ ബാധ്യത സർക്കാരിനുണ്ടെന്നും കടമുണ്ടെന്നുമുള്ള കണ്ടെത്തൽ CAG കൊണ്ടുവരുന്നത്. അപ്പോൾ CAG കണ്ടുപിടിച്ചത് ശരിയായില്ല, ആ കണക്ക് ചേർത്ത് ശരിയായില്ല, ഈ കണക്ക് ശരിയായില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് അന്യായങ്ങളൊക്കെ ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലൊക്കെ നമുക്ക് തള്ളിമറിക്കും. അതെല്ലാം ശരിയാണ്. പക്ഷേ എന്താണ് കേരളത്തിൻ്റെ യഥാർത്ഥമായ സാമ്പത്തിക സ്ഥിതി? കേരളം എത്ര രൂപ കടത്തിലാണ്? ഓരോ വ്യക്തിയെയും എടുത്താൽ വരാനിരിക്കുന്ന പിറക്കാനിരിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ എത്ര രൂപ കടത്തിലാണെന്ന് കേരള സമൂഹത്തിന് അറിയാൻ താല്പര്യമുണ്ട്. 1. 2, ഈ കടമൊക്കെ നിവർത്തിക്കുന്നതിനാവശ്യമായ ടാക്സ് കളക്ഷൻ എങ്ങനെയാണ് കേരളം നടത്താൻ പോകുന്നത് എന്നറിയാനും താല്പര്യമുണ്ട് നമ്മൾ പൊതുജനങ്ങൾക്ക്. ടാക്സ് കളക്ഷനെ പോലെ പ്രധാനമാണ് ഈ ശമ്പള പരിഷ്കരണവും അതുപോലെ തന്നെ പെൻഷൻകാരുടെയും ഒക്കെ കാര്യത്തിൽ എന്താണ് ഒരു കുറേ കൂടി ജനറലൈസ് ചെയ്തിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങൾ കൂടി പരിഗണിക്കുന്ന, അവർക്ക് കൊടുക്കണ്ടെന്നോ പരിഷ്കരിക്കേണ്ടെന്നോ ഉള്ള അല്ലതല്ല. പക്ഷേ അതെങ്ങനെയാണ് ആ മേഖലയെ കുറേ കൂടി പ്രൊഫഷണലാക്കി മാറ്റുക, എങ്ങനെയാണ് കുറേ എത്തിക്കലായി മാറ്റുക എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. അതും എങ്ങനെ പരിഹാരം കാണും? ഏറ്റവും പ്രധാന ചോദ്യം 35 മുതൽ 40 ലക്ഷം വരുന്ന ചെറുപ്പക്കാരെ എങ്ങനെ ഈ സംസ്ഥാനത്ത് പിടിച്ചു നിർത്താം? നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ കോളേജുകളിൽ ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഓരോ വർഷവും അഡ്മിഷൻ എടുക്കാതെ പോകുമ്പോൾ പുറത്തേക്ക് പോകുന്നത് കൊണ്ട് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത്. അതിനെ എങ്ങനെ കളർഫുള്ളാക്കി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടികളെ ഉൾപ്പെടെ മറ്റ് രാജ്യത്തെ കുട്ടികൾ ഉൾപ്പെടെ കൊണ്ടുവന്നുകൊണ്ട് പഠിപ്പിക്കാനുള്ള സാഹചര്യം എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? അപ്പോൾ വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, അതുപോലെ തന്നെ പൊതുമേഖലകളെ ഒരുപാട് പ്രയോജനപ്പെടുത്തിക്കൊണ്ടും പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലൂടെയും പബ്ലിക് പ്രൈവറ്റ് പഞ്ചായത്ത് പാർട്ടിസിപ്പേഷനിലൂടെയും പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്, PPP, ഒരു P കൂടെ ചേർക്കണം. പഞ്ചായത്തും കേരളത്തിൽ വളരെ പ്രധാനമാണ്. അപ്പോൾ പബ്ലിക് പ്രൈവറ്റ് പഞ്ചായത്ത് പാർട്ടിസിപ്പേഷനോട് കൂടി 4 Pയോടുകൂടി എങ്ങനെ കേരളത്തിൽ പുതിയ വ്യവസായ അന്തരീക്ഷം ഉണ്ടാക്കാം, തൊഴിൽ സംസ്കാരം ഉണ്ടാക്കാം, പിന്നെ കൃഷിയുടെ മേഖലയിൽ എങ്ങനെ വർദ്ധിപ്പിക്കാം, ടൂറിസം വലിയ സാധ്യതയുള്ളതാണ്. ഇപ്പോൾ ശബരിമല വിഷയമൊക്കെ ഇന്നിങ്ങനെ കിടന്ന് അടിച്ച് തമ്മിൽ തല്ലി പിരിയാതിരുന്നാൽ കോടാനുകോടി രൂപയാണ് ശബരിമല. ഇപ്പോൾ തിരുപ്പതി മോഡലിലൊക്കെ ഒരു ട്രസ്റ്റിനെ എങ്ങനെ ഏൽപ്പിച്ച് കാര്യങ്ങൾ ചെയ്താൽ കോടാനുകോടി രൂപയായിരിക്കും ശബരിമലയിൽ ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും പള്ളികളും ഉള്ളൊരു സംസ്ഥാനമാണ്. അതിന് വലിയ സാധ്യതയാണുള്ളത്, സ്പിരിച്വൽ ടൂറിസത്തിനും ഉത്തരവാദിത്ത ടൂറിസത്തിനുമൊക്കെ. അപ്പോൾ ഇതെല്ലാം മുതലാക്കി നമ്മളുടെ കടം എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഗൗരവതരമായ ഒരു ധവളപത്രം കേരള സർക്കാർ പുറപ്പെടുവിക്കണം. ആ ധവളപത്രം പുറപ്പെടുവിച്ചുകൊണ്ട് കേരളത്തിൽ ഇൻകം ഉണ്ടാക്കുന്നതിനുള്ള, ഖജനാവിലേക്ക് പണം വരുന്നതിനുള്ള, അത് കേന്ദ്ര സർക്കാരെന്നും സംസ്ഥാന സർക്കാരെന്നും മദ്യവും നമ്മുടെ ലോട്ടറി എന്നൊക്കെ പറഞ്ഞ് സമയം കളയാതെ വളരെ കൃത്യമായ ആക്ഷൻ പ്ലാനുകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് CAGയുടെ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നാം ചർച്ച ചെയ്യേണ്ടത്.